ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കിഡിലൻ ടേസ്റ്റോട് കൂടിയ ഒരു അടിപൊളി എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ സൂപ്പർ എഗ്ഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഇതാ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരൽപ്പം ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. 20 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ബസ്മതി ലോങ് റൈസ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. മന്തി, മജ്ബൂസ്, ഫ്രൈഡ് റൈസ് ഇവയെല്ലാം തയ്യാറാക്കുന്ന സമയത്ത് ലോങ് റൈസ് തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. റൈസ് മുഴുവനായിട്ടും നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ പാന് പകുതി അടച്ചു വെക്കാം. നമ്മുടെ റൈസ് ഒരു 90% വരെ മാത്രം കുക്കായാൽ മതി. ഓവർ കുക്ക് ആവാതെ ശ്രദ്ധിക്കുക. റൈസ് കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ റൈസ് എന്തായി എന്ന് നോക്കാം. റൈസ് ഒരു 90%ഓളം മാത്രമാണ് കുക്കായിട്ട് വന്നിട്ടുള്ളത്. ഓവർ കുക്ക് ആവാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് റൈസ് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. റൈസ് നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 5 കോഴിമുട്ട. ഉപ്പ് മാത്രം ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കോഴിമുട്ട പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ടെടുക്കാം. എഗ്ഗ് നമ്മൾ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഗ്ഗ് മാറ്റി വെക്കാം. സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുള്ള എഗ്ഗ് നമ്മൾ ഈ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് പാന് ചൂടാക്കിയെടുക്കാം. പാന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 5 or 6 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും, ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും, 5 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടിയാണ്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഫ്രോസൺ ഗ്രീൻ പീസ് കയ്യിലില്ലാത്തവർ തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് വെക്കുക. അതിനുശേഷം കുക്ക് ചെയ്തെടുത്തിട്ട് വേണം ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കിലോ റൈസിലേക്കുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് നമ്മളിവിടെ പറയുന്നത്. ഇതിനു മുൻപ് നമ്മളൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ കാണാം. ഇപ്പം നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് പാൻ അടച്ചു വെച്ച് 3 മിനിറ്റ് മാത്രം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഹാഫ് കുക്കായാൽ മതി. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ എഗ്ഗ് ആണ്. എഗ്ഗ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് മുഴുവനായിട്ടും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോയ് സോസ് ആണ്. 1 ടേബിൾ സ്പൂൺ അളവിലുള്ള സോയ് സോസ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. സോയ് സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും ഫ്ലെയിം ഓൺ ആണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി എഗ്ഗ് ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ ബൈ.